ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ഈ ബോർഡർ ലൈൻ എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഇതുപോലെ 2 ലൈൻ വരച്ചെടുക്കുക. 2 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം മുകളിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. സാധാരണ മെഷീനിൽ തുന്നുന്ന നൂലാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. 6 ഇഴയിട്ട് സൂചിയിൽ കോർത്തെടുക്കുക. അതിനുശേഷം താഴത്തെ ലൈനിൽ കൂടി കുത്തി എടുക്കുക. മുകളിലുള്ള ലൈനിൽ കൂടി കുത്തി താഴേക്ക് താഴ്ത്തുക. അതിനുശേഷം ഈ താഴെയുള്ള ലൈനിൽ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. അതുപോലെ വീണ്ടും ഇവിടെ കുത്തുക, താഴേക്ക് താഴ്ത്തുക, താഴത്തെ ലൈനിൽ കൂടി മുകളിലേക്ക് പൊക്കിയെടുക്കുക. വീണ്ടും അടുത്ത ലൈനിൽ മുകളിൽ കുത്തി താഴ്ത്തുക, താഴെയുള്ള ലൈനിൽ കൂടി മുകളിലേക്ക് കുത്തിയെടുക്കുക. താഴേക്ക് കുത്തി ഇറക്കുക, താഴത്തെ ലൈനിൽ കൂടി മുകളിലേക്ക് പൊക്കിയെടുക്കുക. അതുപോലെ ഫുള്ള് ചെയ്യുക ഇവിടെ വരെ. ഇവിടെ നീഡിൽ താഴേക്ക് കുത്തി ഇറക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് കുത്തി മേലോട്ടെടുക്കുക, ഇവിടെ താഴ്ത്തുക, വീണ്ടും ഇവിടെ നിന്ന് കുത്തി പൊക്കിയെടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ കുത്തി പൊക്കിയെടുത്തു. ഇനി നമ്മൾ ഇവിടെ കുത്തി താഴ്ത്തും നീഡിൽ. അതിന് ശേഷം തൊട്ട് താഴെ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. വീണ്ടും ഇവിടെ കുത്തി താഴ്ത്തുക, തൊട്ട് താഴെ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. ഇതുപോലെ ചെയ്യുക. വീണ്ടും ഇവിടെ കുത്തി താഴ്ത്തുക, ഇവിടെ കുത്തി മുകളിലേക്ക് പൊക്കിയെടുക്കുക. അതുപോലെ ഈ മൂല വരെ ചെയ്യുക. ഇവിടെ നീഡിൽ താഴേക്ക് കുത്തി താഴ്ത്തി ഒരു കെട്ട് അടിയിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഇതുപോലത്തെ ഈ ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഫ്ലവർ ചെയ്ത് പഠിക്കാൻ 3 രീതികളുണ്ട്. ആദ്യത്തെ വട്ടം ഇതുപോലെ നൂല് കുത്തിയെടുക്കുക. അതിന് ശേഷം ഇവിടെ നിന്ന് കുത്തിയെടുക്കുക. ഒരു ഇൻഡു ഷേപ്പിൽ വരും. ശേഷം ഇവിടെ നിന്ന് കുത്തുക. ഇത് ഒരു ഫ്ലവറായി. ഇനി നമ്മൾ വേറൊരു മെത്തേഡ് ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ച് മെത്തേഡാണ്. ഇതുപോലെ കുത്തിയെടുക്കുക, കുത്തി താഴ്ത്തുക. അതിനുശേഷം 2 സ്റ്റിച്ചിൻ്റെയും നടുക്ക് കൂടി ഒരു സ്റ്റിച്ച് ഒന്ന് മുകളിലേക്ക് കുത്തി എടുക്കുക. വീണ്ടും നീഡിൽ ഇവിടെ കുത്തി താഴ്ത്തുക. വീണ്ടും ഇതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. തൊട്ടടുത്ത് കുത്തി താഴ്ത്തുക. അതിന് ശേഷം സെൻട്രൽ പോയിന്റിൽ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക.
അതേ പോയിന്റിൽ തന്നെ താഴേക്ക് കുത്തി താഴ്ത്തുക. നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക, തൊട്ടടുത്ത് താഴേക്ക് താഴ്ത്തുക. നമ്മുടെ നടുക്കുള്ള പോയിന്റിൽ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. അവിടെ തന്നെ വീണ്ടും താഴ്ത്തി കൊടുക്കുക. ഇതുപോലെ ഫ്ലൈ സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത മെത്തേഡ് പൂ ഉണ്ടാക്കുന്നത് ഇതുപോലെ അരികിൽ നിന്ന് കുത്തിയെടുക്കുക, സെൻറ്ററിൽ ഒരു പോയിന്റിൽ കുത്തി താഴ്ത്തുക, വീണ്ടും അരികിൽ നിന്ന് കുത്തിയെടുക്കുക, സെൻറ്റർ പോയിന്റിലോട്ട് താഴ്ത്തുക, വീണ്ടും അരികിൽ നിന്ന് കുത്തിയെടുക്കുക, സൈഡിൽ നിന്ന് കുത്തിയെടുത്ത് സെൻറ്ററിൽ കുത്തി താഴ്ത്തുക, വീണ്ടും അരികിൽ നിന്ന് കുത്തിയെടുക്കുക, സെൻറ്ററിൽ കുത്തി താഴ്ത്തുക, അരികിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക, സെൻറ്ററിൽ താത്തി കൊടുക്കുക. ഇതാണ് ഒറിജിനലായിട്ടുള്ള മെത്തേഡ്. ഇത് നമ്മൾ കുറച്ച് എളുപ്പം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതുപോലെ ഇൻഡു ഷേപ്പിൽ ചെയ്യുന്നത്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചുരിദാറിൻ്റെ ബോട്ടം പാർട്ട് ചെയ്യുന്നതാണ്. ഈ എംബ്രോയ്ഡറി ചെസ്റ്റ് പാർട്ടിൽ ചെയ്യും, ബ്ലൗസിൻ്റെ കൈകളിൽ നെക്കിലൊക്കെ കൊടുക്കുന്നതാണ്. നമുക്ക് ഈ ഫ്രഞ്ച് നോട്ടിന് പകരം കുഞ്ഞ് നീല മുത്തുകൾ കിട്ടും, അത് ചെയ്തു കൊടുക്കാം. ഈ പോയിന്റിൽ ഒരു മുത്ത് കൊടുക്കാം, ഈ പോയിന്റിൽ ഒരു മുത്ത് കൊടുക്കാം, ഇവിടെ കൊടുക്കാം. താങ്ക് യു.